ഹായ് മക്കളെ, അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എടാ, നിങ്ങൾക്ക് കെമിസ്ട്രി എക്സാം വളരെ ഈസി ആയിരുന്നു. നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളെല്ലാവരും എക്സാമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും കുറേ ആളുകൾ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നടാ. നമ്മൾ ഇന്നലെ ലൈവിൽ നൈറ്റിൽ പഠിപ്പിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെയാണോ ഏതൊക്കെ ക്വസ്റ്റ്യൻ ഷുവറായിട്ട് വരും നിങ്ങളത് പഠിക്കണമെന്ന് പറഞ്ഞോ, അത് പഠിച്ച ആളുകൾക്ക് ഫുൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു മക്കളെ. എല്ലാവർക്കും നമ്മൾ പഠിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കിയാൽ മതി. ഓർഗാനിക് ആയിക്കോട്ടെ, ഇനോർഗാനിക് ആയിക്കോട്ടെ, ഏതൊരു ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മൾ പറഞ്ഞ അതേപോലത്തെ ഇന്നലെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ടഫോ അല്ലെങ്കിൽ ആവറേജ് ഒന്നും പറയാൻ പറ്റില്ല. എക്സാം നല്ല സിമ്പിളായിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരുപാട് ഓർഗാനിക് എന്നൊക്കെ ഒരുപാട് റിയാക്ഷൻസ് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. നെയിംഡ് റിയാക്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒക്കെ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സിലെ ആക്ടിവേഷൻ എനർജി, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, എല്ലാ കാര്യങ്ങളും SN1 SN2 എല്ലാ കാര്യങ്ങളും അതേപോലെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിരുന്നു. ടഫ് എന്നൊന്നും ആവറേജ് ഒന്നും വിലയിരുത്താനില്ല. ക്വസ്റ്റ്യൻ എല്ലാവർക്കും പഠിച്ച ഒരാൾക്ക് നല്ല ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ മോഡലും ഹാഫ് ഇയറിലൊക്കെ പോലെ തന്നെ ആ പാറ്റേണിൽ തന്നെയാണ്. പാറ്റേണിലൊന്നും കെമിസ്ട്രിയിൽ ചേഞ്ച് ഇല്ല. എക്സാക്റ്റ് എന്ത് പാറ്റേൺ ആണോ പഴയത് അതേ പാറ്റേണിൽ തന്നെയാണ് എക്സാം ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മക്കളെ, സിമ്പിളായിരുന്നു എക്സാം. എല്ലാവരും നന്നായിട്ട് എഴുതി എന്ന് കരുതുന്നു. ഇനിയുള്ള എക്സാമുകൾ, ഇനിയും ഒരുപാട് എക്സാമുകൾ +2 വരാനുണ്ടല്ലോ. അപ്പോൾ ആ എക്സാമുകളൊക്കെ മാക്സിമം നന്നായിട്ട് പഠിച്ച് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഓൾറെഡി ക്രാഷ് ബാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എൻട്രൻസ്, നീറ്റ്, കീമിൻ്റെ ഒക്കെ ക്രാഷ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി എൻട്രൻസ് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തുടങ്ങേണ്ട സമയമായി കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള +2 എക്സാമുകളും കൂടി ഉണ്ടല്ലോ, അത് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ഇതുപോലെ തന്നെ നമ്മളുടെ കൂടെ നിങ്ങൾ ലൈവും കാര്യങ്ങളും വീഡിയോസൊക്കെ കണ്ട് നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടുതലായിട്ട് മുന്നോട്ട് വരണം മക്കളെ. എല്ലാ മക്കൾക്കും ബിഗ് താങ്ക് യു. കാരണം നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളാണ് നമ്മുടെ വീഡിയോസ് കണ്ട് ലൈവ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് താങ്ക്സ്. ഇനിയുള്ള ഭാവിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും എക്സാമുകളൊക്കെ അടിപൊളിയാവട്ടെ. കെമിസ്ട്രി എക്സാം പോലെ തന്നെ എല്ലാ എക്സാമുകളും ഈസിയായി നല്ല സിമ്പിളായി മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ മക്കളെ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.